അനുഗ്രഹിക്കുന്ന രാജാവ്, സർവശക്തൻ, അത്ഭുതം പ്രവർത്തിക്കുന്നവൻ, നമ്മളെ ആഗതനായിരിക്കുക. ഭയത്തോടെ നിങ്ങളുടെ ആണെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അവൻ കാരണത്താ രണ്ടോ മൂന്നോ പേർ യേശുവിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അത് ഞാൻ വാക്കുവാനാവ്. ഇന്ന് ഈ തിരുവനന്തപുരം സിറ്റി സ്റ്റാച്യൂന്റെ ബാക്കിൽ വൈദ്യ ഹാളിലാണ് അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുക. ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ രാജ്യദേശത്തെ അവകാശമാക്കുവാൻ നമ്മളെ സെലക്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അവൻ നിങ്ങൾക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കും. ആത്മാവിൻ ശക്തിയോട് ജീവിക്കുവാനാണ് നമുക്ക്. ആത്മ നൽവരങ്ങൾ നിത്യവും പ്രകാശിക്കുവാൻ നമ്മൾ വിളിച്ചതിന് വേണ്ടിയാ. ആത്മാവിന്റെ ശക്തി കൊണ്ട്, നമ്മുടെ ശക്തി കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, ഈ ദേശത്തിന്റെ കഴിവ് കൊണ്ടല്ല, ലോക ശക്തി കൊണ്ടല്ല, സമ്പത്തോട് സമൃദ്ധി കൊണ്ടുമല്ല, ആത്മാവിന്റെ ശക്തിയോടെ ജീവിക്കുവാൻ. എന്നിട്ടോ നാം പുറത്തിറങ്ങുമ്പോൾ ആത്മനിർഭരങ്ങൾ നമ്മൾ നിത്യവും പ്രകാശിക്കുന്നവരായിരിക്കും. ആത്മാവിന്റെ പ്രകാശം പത്രം നിങ്ങളെ വിളിച്ചിരിക്കുക കർത്താവ്. അതുകൊണ്ടാണ് ഈ ഈവനിങ് മീറ്റിംഗില് ഈ തിരുവനന്തപുരം വിളിച്ചു കൂടുന്നത്. ഇതിനുവേണ്ടി നിങ്ങളെയൊക്കെ വിളിച്ചിരിക്കുക ആത്മാവിന്റെ പ്രകാശം പത്തുന്നവരായി. ആമേൻ. നിങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടിയാ ആത്മാവിന്റെ പ്രകാശം പരത്തുവാൻ. പക്ഷെ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം എന്നാ പറയാൻ. ആമേൻ. നാം എന്ത് ചെയ്തവരായിരിക്കണം, എങ്ങനെയുള്ളവരായിരിക്കണം? എന്റെ പേര് സിജു തോമസ് എന്നാണ്. എന്റെ സ്വന്തം പേര് മാവേലിക്കര. വളരെ ദൂരം എന്ന് വെച്ചാൽ കോട്ടയത്തിൽ കാര്യങ്ങൾ കഴിഞ്ഞ് മാവേലിക്കരയാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് നെയ്യാറ്റിക്കര കുന്നത്തെ ാണ്. ഞാൻ ശുശ്രൂഷിക്കുന്ന ഒരു ചെറിയ സഭയാണ്, ഈശോയുടെ സഭയാണ്. മാമ്പഴക്കര എന്ന് പറയുന്ന ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു. സർവശക്തൻ, അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന സർവശക്തനാണ് എന്റെ കർത്താവ്. തെളിവാണ് ഞാൻ. പെന്തക്കോസ്തിനെ വെറുത്തിരുന്ന ഒരു സമുദായ ക്രിസ്ത്യാനിയാണ് ഞാൻ. ആമേൻ. എല്ലാ പള്ളികളിലും എല്ലാ അമ്പലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. ഗുരുവായൂർ എല്ലായിടത്തും പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പെന്തക്കോസ്ത് ഇഷ്ടമല്ല. പാസ്റ്റർമാരെ കാണുമ്പോൾ ഞാൻ കൈയടിച്ച് തെറിപ്പാട്ട് ഇഷ്ടമല്ല. പാസ്റ്റർമാരെ ലോകങ്ങൾ വെറുപ്പി പാസ്റ്റർമാരെ ബാക്കിയെല്ലാം ഞാൻ സഹിക്കും. നമ്മളെ ചെയ്യും. ഞാൻ സ്വാമിമാരുടെ കൂടെ സുഹൃത്തുക്കളെ പോയിട്ടുണ്ട്. സ്വാമിരാസങ്ങളിലൊക്കെ പ്രോഗ്രാമിൽ പോയിട്ടുണ്ട്. ശബരിമല, ഗുരുവായൂർ, വരവന, മണവാള എല്ലാ പള്ളികളിലും അമ്പലങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷെ പെന്തക്കോസ്ത് ഇഷ്ടമല്ല. ഞാൻ പാസ്റ്ററാകുമോ? ഞാൻ പാസ്റ്ററാകുമോ? ഇല്ല, ഒരിക്കലും നടക്കാത്ത കാര്യമാ. എന്നാൽ യേശു പറയുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ സർവശക്തനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഒരിക്കലും നടക്കാത്തതിനെ സാധിപ്പിക്കാൻ പോകുക. എന്ത് നടക്കുന്നത് ലോകം വിധിക്കുന്നുവോ, ലോകം നടക്കുന്നതിനെ ബാധിക്കുന്നുവോ, നിന്നെ ശവിച്ചിരിക്കുന്നു, തള്ളിക്കളഞ്ഞിരിക്കുന്നു, ശ്രമിക്കുന്നുവോ, ഇങ്ങനെ വിശ്വസിക്കുക എന്ന് ഇവിടെ ഏൽപ്പിച്ചു കൊടുത്ത എന്റെ യേശു നിന്റെ ജീവിതത്തിന് അത്ഭുതം ചെയ്യാൻ പോകുക. നടക്കാത്ത കാര്യങ്ങൾ, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത കാര്യങ്ങൾ ദൈവം നിവർത്തിച്ചു തരാൻ പോകുക. ഏൽപ്പിച്ചു കൊടുത്താൽ അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രവർത്തിക്കുന്ന സർവശക്തനെ ഇറങ്ങി വന്നിരിക്കുകയാണ്. ആ ദൈവസ്ഥാനം വ്യാപരിക്കുമ്പോൾ, ആ ദൈവസ്ഥാനം വ്യാപരിക്കുമ്പോൾ വഴിയും സത്യവും ജീവനുമാകുന്ന യേശു ദൈവത്തിലേക്കുള്ള വഴിയും സത്യവും ജീവനുമാണ്. പുതിയ വഴി തുറക്കുവാൻ പോകുക. നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ, നന്മയുടെ, കൃപയുടെ, സമൃദ്ധിയുടെ, സൗഖ്യത്തിന്റെ, സന്തോഷ വഴികൾ അവൻ തുറക്കുവാൻ പോകുക. ഇന്ന് അത്ഭുതങ്ങൾ സംഭവിക്കും. വിശ്വസിക്കണം. ആ പ്രത്യാശനെ കാത്തിരിക്കുകയാണെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ ഇറങ്ങുന്നു പ്രവർത്തിക്കാൻ പോകുക. വിശ്വാസത്തോടെ നമുക്ക് വായിക്കാം. റോമലേഖനം 1:21. റോമലേഖനം 1:21. പെട്ടെന്ന് വായിക്കാം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും എന്ന് പറയുക എന്താണ്? ദൈവത്തെ അറിയാം. ദൈവം ആരെന്നറിയാം. ദൈവത്തിന്റെ വിധങ്ങളെ കുറിച്ച് അറിയാം.
അവൻ ദൈവമെന്ന് ഓർത്തവനെ മഹത്വപ്പെടുത്താതെ. അവൻ നീ ഗ്രൂപ്പിന്റെ പ്രശ്നം എന്താ, ഈ ലോകത്തിന്റെ പ്രശ്നം എന്താ? ദൈവത്തെ അറിയാം, അവൻ സർവശക്തനാണെന്ന് അറിയാം, അവൻ ദൈവമാണെന്ന് അറിയാം. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അവൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവൻ ദൈവമെന്നോർത്ത് അവനെ മഹത്വപ്പെടുത്താതെ നന്ദി അർപ്പിക്കുകയോ ചെയ്യാൻ ജീവിക്കുന്ന ദൈവത്തിന്റെ കൃപ കൊണ്ടാ. ഈ ലോകത്തെ പ്രതികൂലങ്ങൾ പ്രയാസങ്ങൾ മഞ്ഞടിച്ചുകൊണ്ടേയിരിക്കുക, കഷ്ടങ്ങളും നഷ്ടങ്ങളും പെരുകിക്കൊണ്ടേയിരിക്കുക, ലോകമാസകലം യുദ്ധങ്ങളും ക്ഷാമങ്ങളും അപകടങ്ങളും പെരുകിക്കൊണ്ടേയിരിക്കുമ്പോൾ, ഇന്ന് കണ്ട് നാളെ കാണുന്ന പൂക്കളൊക്കെ ലോകം തകർന്നു പോകുമ്പോൾ നീ ജീവനിരിക്കുന്നത്, ഇവിടെ എത്തുവാൻ സാധിച്ചത് അവന്റെ കൃപ കൊണ്ടാ. അതുകൊണ്ട് അവനെ മനസ്സിലാക്കണം, അവൻ ദൈവം ഓർത്ത് അവനെ മഹത്വപ്പെടുത്തണം. അല്ല മാത്രമല്ല അവൻ നന്ദി അർപ്പിക്കുകയും ചെയ്യാതെ തങ്ങൾ ഹൃദയത്തിൽ നിരൂപിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി കളയും. അവൻ നമ്മുടെ ഹൃദയത്തിൽ നിരൂപണങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ആവശ്യം പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് വ്യർത്ഥമായി പോകുക, പരാജയപ്പെട്ടു പോകുക. നമ്മൾ എന്ത് ചെയ്യുക? ഭയങ്കര ചിന്തകളോ, എനിക്കത് വേണം, ഇത് വേണം, ആവശ്യമുണ്ട്, രോഗം മാറണം, കടം മാറണം, സമൃദ്ധിയാവണം, ജയം വേണം, ജോലി വേണം, ബിസിനസ് വേണം, എല്ലാം ഉണ്ട്. ഈ നിരൂപണങ്ങൾക്ക് വ്യർത്ഥമായി പോകുക. എന്താണ് കാരണം? ഹൃദയത്തിൽ നിരൂപണങ്ങളേ ഉള്ളൂ, ഒന്നില്ല. എന്താ ഇല്ലാത്തെന്ന് അറിയും? അവൻ ദൈവം നോക്ക്, അവനെ മഹത്വപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്നില്ല. നമുക്ക് തന്നെ നേടാൻ വേണ്ടി ജീവിക്കുക, നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി പോകുക, നമുക്ക് രോഗം മാറണം, ജോലി കിട്ടണം, കടം മാറണം, ബിസിനസ് എല്ലാം ആവശ്യമാണ്. പക്ഷെ നോക്കുക, അവനെ മഹത്വപ്പെടുത്താൻ വേണ്ടി ജീവിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന്, അവൻ നന്ദി അർപ്പിച്ച് ജീവിച്ചാൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് എന്ന് വായിച്ചപ്പോൾ ഹൃദയത്തിലുള്ള വ്യക്തമായി പോകുന്ന കാരണം എന്താ? അവനെ മഹത്വപ്പെടുത്താതെ നന്ദി അർപ്പിച്ച് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ തുറക്കപ്പെടുകയാണെങ്കിൽ വ്യത്യാസം ഉണ്ടാകാൻ പോകുക, അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുക. കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലെ, വലിയ പെരുമാറി പോലെ അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രശ്നങ്ങൾ ഇന്ന് മാറി തുടങ്ങും. നാളെയല്ല, നാളെ എന്നുള്ള ഇന്ന് ഇപ്പോൾ സംഭവിച്ചു തുടങ്ങും. ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്നൊരു ജീവിതത്തിന് വേണ്ടിയാ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അവന് നന്ദി അർപ്പിച്ച് ജീവിക്കുവാൻ, സ്തോത്രമെന്ന് യാഗം ജീവിക്കുവാൻ. ആമേൻ, ആമേൻ. കർത്താവ് യേശു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സർവശക്തൻ എപ്പോഴും പറഞ്ഞു. കാരണം ലോകത്തിന്റെ വിധി പ്രകാരം, മെഡിക്കൽ സയൻസ് പ്രകാരം അസാധ്യമായ സംഭവം ഉണ്ട്. കാരണം എന്ന് പറയുമോ? എനിക്ക് ഒരിക്കലും സംസാരശേഷി കിട്ടും. എനിക്കെന്തില്ല? പ്ലാസ്റ്റിക് സർജറി ട്രക്ക് കട്ട് ചെയ്ത് കളഞ്ഞു. 3-4 മാസം വെന്റിലേറ്ററിലായിരുന്നു. അതുകൊണ്ട് ട്രക്ക് കട്ട് ചെയ്ത് കളഞ്ഞേക്ക. ജീവിതത്തിൽ എവിടെ പോയി ചികിത്സ എന്തില്ല? സംസാരശേഷി കിട്ടില്ല. രണ്ടാമതായി എന്റെ കണ്ണിന് കാഴ്ച കിട്ടത്തില്ല. കാരണം എന്താ പറയുമോ? തല 2 പീസായി പോയത്, 2 കഷ്ണമായിട്ട് പോയ ഈ കണ്ണ് പുറത്തെ പാടി മുറിഞ്ഞ് വെയിൻസ് എല്ലാം കട്ടായി ഡിലീറ്റ് അടഞ്ഞു പോയി. അതുകൊണ്ടില്ല എന്റെ കണ്ണിന് കാഴ്ച ഒരിക്കലും. ലോകവും സയൻസും മെഡിക്കൽ സയൻസും ശാസ്ത്രം പറഞ്ഞു സംസാരിച്ചു ഒരിക്കലും ചികിത്സ പോലും കിട്ടത്തില്ല. കണ്ണ് കാഴ്ച 2-3ാമത്തെ കാര്യം എന്റെ കൈകാലുകൾ വർക്ക്. കാരണം കൈ മുറിഞ്ഞു പോയ കൈയും കാലുകയാണ്. 18 വർഷം മുമ്പ് 12 അജ്ഞാത ശവം കണക്ക് എന്നെ വഴി നിൽക്കുന്നത് കിട്ടിയതാണ്. തൃശ്ശൂർ മെഡിക്കൽ അജ്ഞാതമായിട്ട് തന്നെ പോസ്റ്റ്മാന്റെ വീട്ടിൽ 19 മണിക്കൂർ എന്റെ വീട്ടിൽ വരും. എന്നാലും മുറിഞ്ഞു പോയ കൈ കുത്തിക്കെട്ടി വെച്ചിരുന്നു. കണ്ടോ? ആളെ കാണുന്നുണ്ടോ? അളന്ന് ഒരിക്കലും പ്രയാസപ്രകാരം കൈ വർക്ക് ചെയ്യത്തില്ല. എന്നാണ് സയൻസ് പറയുന്നത്. ഞാൻ ബൈക്ക് ഓടിച്ച് 3 ഒറ്റക്കല്ല, ഈ 3 പേരെ വെച്ച ബൈക്ക് ഓടിച്ച് അവൻ ഈ ഞായറാഴ്ച തിരക്കുള്ള ടൗണിൽ കൂടെ അവൻ ഓടിച്ചു വന്നേക്കുന്ന കൈയും കാലും ഇല്ലാത്ത, കണ്ണ് കാണാത്ത രോഗം വിധിച്ചു. പക്ഷെ ഇതൊക്കെ കൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ എന്റെ യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നവനാ. അവൻ അസാധ്യത സാധ്യമാക്കും. ഒന്ന് മാത്രം മതി, അവൻ ദൈവമെന്നോർത്ത് അവനെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ തയ്യാറാവ്. അവൻ ദൈവമെന്നോർത്ത് അവന്റെ കൃപയെ നാം ജീവിക്കുന്നോർത്ത് നന്ദി അർപ്പിച്ച് ജീവിക്കാൻ തയ്യാറായാൽ വ്യത്യാസം ഉണ്ടാകാൻ പോകുക. വായിക്കാം. സംഗീതം 50-23 വാക്യം പെട്ടെന്ന് വായിക്കാം. സംഗീതം 50-23. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു.